പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 213 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡ് എഫേസ്യർ 2-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം ആണ് നാം ഇവിടെ ഒരുക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്, അവൻ, അതായത് ക്രിസ്തു നമ്മുടെ സമാധാനം. 2, ഇരുപക്ഷത്തെ ഒന്നാക്കി. 3, ശത്രുത്വം നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഈ വാക്യം വ്യക്തമാക്കുന്ന 4 കാര്യങ്ങൾ അവയാണ്. യേശുക്രിസ്തുവിൽ നമ്മുടെ സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ സമാധാനം തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകത്തിന് നൽകി. ഏദനിൽ ആദാം നഷ്ടമാക്കിയ ദൈവിക കൂട്ടായ്മയിലേക്കുള്ള സമാഗമനമാണ് ഈ സമാധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലത്തുവശത്തെ കള്ളനോട് നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന കൽപ്പനയിലൂടെ കർത്താവ് ഈ സമാധാനത്തിലേക്ക് നമ്മെ, മനുഷ്യവർഗത്തെ, ആദാമ്യ വർഗത്തെ മുഴുവനായും ക്ഷണിക്കുകയും കള്ളനിലൂടെ ആ പ്രവേശനം സാധ്യമാക്കി തരികയും ചെയ്തു. ഇരുപക്ഷത്തെ ഒന്നാക്കി. ഈ വാക്യത്തില് ശത്രുത്വം ഇല്ലാതാക്കിയത് വഴി ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തു എന്ന് പഠിക്കുന്നു. ഇരുപക്ഷം എന്നതിൽ പലവിധ വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമതായി യഹൂദനും യവനനും എന്ന 2 പക്ഷം. രണ്ടാമത് ലേവ്യനും അലേവ്യനും എന്ന ഒരു വിഭാഗം, വേർപാട്. സമാഗമന കൂടാരത്തിൽ പ്രാകാരവും വിശുദ്ധ സ്ഥലവും എന്ന വേർപാട്. ഇവയെല്ലാം ഇരുപക്ഷത്തെ പ്രതീകാത്മകമാക്കി ചിത്രീകരിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ശരീരയാഗത്താൽ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നാണ് വിശുദ്ധ വചനം സാക്ഷിക്കുന്നത്. വേർപാട് അവസാനിപ്പിക്കുകയാൽ ഒരു പുതിയ വഴി തുറന്നു എന്നത്രേ എബ്രായ ലേഖനം 10:19 സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നൽകിയെന്നാണ് ഇവിടെ വായിക്കുന്നത്. വേർപാട് നിലനിന്നിരുന്നത് പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിലായിരുന്നു. വേർപാട് ഒരു തിരശ്ശീല വഴിയായി നടപ്പാക്കിയിരുന്നു എന്നാണ് ദൈവാലയത്തിൻ്റെ ക്രമീകരണങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രാകാരത്തിൽ സകലർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ അഭിഷേകം പ്രാപിച്ച ലേവ്യ പുരോഹിതർക്ക് മാത്രം വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. കർത്താവ് കുരിശിൽ യാഗമായപ്പോൾ ദൈവാലയത്തിൻ്റെ തിരശ്ശീല 2ആയി ചീന്തിപ്പോവുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 27:51 വാക്യം. തിരശ്ശീല ചീന്തിപ്പോയത് മുകളിൽ നിന്ന് അടിയോളം ആയിരുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഈ തിരശ്ശീല ചീന്തിപ്പോയത് വഴി പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ നിന്നിരുന്ന വേർപാട് അവസാനിക്കുകയും പുതിയ വഴി തുറക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം പ്രാകാരത്തിൽ നിന്നിരുന്ന എല്ലാവർക്കും വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും കിട്ടി. അത് സാധ്യമായി എന്നുള്ളതാണ്. ഇതാണ് പുതുവഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേവ്യനെന്നും അലേവ്യനും എന്ന വേർപാട് ഇല്ലാതായി.
അതുവഴി നമ്മയെല്ലാം പുരോഹിത വർഗമാക്കി തീർത്തു എന്നത്രേ വിശുദ്ധനായ പത്രോസ് ശ്ലീഹ 1 പത്രോസ് 2:5 സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ലേവ്യ പുരോഹിത വർഗം ആണെങ്കിലും ലേവ്യർ എല്ലാവരും പുരോഹിത വർഗം ആണെങ്കിലും അഭിഷേകം പ്രാപിച്ച ലേവ്യ പുരോഹിതർക്ക് മാത്രമാണ് ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ സഭ മുഴുവനും പുരോഹിത വർഗമായി ഉയർത്തപ്പെട്ടുവെങ്കിലും പ്രത്യേകം അഭിഷേകം പ്രാപിച്ചവർ മാത്രം പുരോഹിത ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. ഇതത്രേ പുതുവഴിയുടെ പ്രത്യേകതയായി നാം പഠിക്കേണ്ടതായ വിഷയം. ആകയാൽ ഇനി നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീരുവാൻ തക്കവണ്ണം ശത്രുത്വം നീക്കി വേർപാടിൻ്റെ നടിച്ചോറ് ഇടിച്ചു കളഞ്ഞു തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ പങ്കാളിത്തത്തിലേക്ക് സൃഷ്ടിയെ മുഴുവനും ഒരു പുതുവഴിയായി കർത്താവ് ചേർത്തിരിക്കുന്നു. ഇതത്രേ ഈ വചനത്തിൻ്റെ രഹസ്യം. കേൾക്ക ഏവർക്കും നന്ദി. ഈ വിഷയം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശ്വാസ പഠനം താല്പര്യപ്പെടുന്നവർക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി. തണ്ണിക്കോട്ടച്ചൻ.